لبيك اللهم لبيك لبيك لا شريك لك അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചത് ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ അമലിന് വേണ്ടി മക്കയിൽ നിന്നും ഇഹ്റാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മദീനയിൽ നിന്നും വരുന്ന ആളുകൾ ദുൽഹുലൈഫയിൽ നിന്നും ഇഹ്റാം ചെയ്തുകൊണ്ട് വിശുദ്ധമായ മിനയിലേക്ക് ദുൽഹജ്ജ് 8-ന്റെ അന്ന് എത്തുകയും അവിടെ ഒരു ദിവസം താമസിക്കുക, അതേ ളുഹർ, അസർ, മഗ്രിബ്, ഇഷ, സുബിഹി വരെയും അല്ലെങ്കിൽ ഇഷ കഴിയുന്നതോടുകൂടെ നാം അറഫയിലേക്ക് പോകണമെന്നും അറഫയിൽ 9-ന്റെ അന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയാണ് സമയം ആരംഭിക്കുന്നത്. ഉച്ച മുതൽ ളുഹർ മുതൽ പിറ്റേ ദിവസത്തെ സുബിഹി വരെ സമയമുണ്ടെങ്കിലും 9-ന്റെ അന്നത്തെ മഗ്രിബിന് ശേഷം നാം അവിടെ നിന്നും മുസ്ദലിഫയിലേക്ക് പോകണം എന്ന് പറയുകയുണ്ടായി. അല്ലേ? അതല്ലേ പറഞ്ഞത്? മുസ്ദലിഫയിലേക്ക് പോയി അവിടെ നാം ചെയ്യേണ്ട അമലുകൾ ഏതെല്ലാം? മുസ്ദലിഫയിൽ വെച്ച് നമസ്കാരം ജംആക്കുക, മഗ്രിബും ഇശായും കൂടി പിന്തിച്ച് ജംആക്കി അവിടെ നമസ്കരിച്ച് അവിടെ വിശ്രമിച്ച് സുബിഹി വരെയും അവിടെ നിന്ന് സുബിഹിയും കൂടി നിസ്കരിച്ച് അതോടൊപ്പം അവിടെ നിന്നും 7 കല്ലുകൾ അല്ലെങ്കിൽ 70 കല്ലുകൾ അവൻ പെറുക്കിയെടുത്ത് നേരെ പോവുക. എങ്ങോട്ട്? മുമ്പ് താമസിച്ചിരുന്ന മിനയിലേക്ക് പോവുക. മുമ്പ് താമസിച്ചിരുന്ന മിനയിൽ അതേ തമ്പിലേക്ക്, അതേ താമസിച്ചിരുന്ന ഇടത്തിലേക്ക് നാം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നടന്നാണ് പോകേണ്ടത് എന്നെല്ലാം നാം നിങ്ങളോട് പറയുകയുണ്ടായി. നടന്ന് കുറേ കിലോമീറ്ററുകളുണ്ട്. അവിടെ ചെന്ന് നാം വിശ്രമിക്കുക. ഇതുവരെ നിങ്ങൾ വിശ്രമിക്കുകയായിരുന്നല്ലോ, അല്ലേ? അൽഹംദുലില്ലാ. ഇനി അവിടെ നിന്നും രാവിലെ നിങ്ങൾക്ക് അന്ന് ചെയ്യേണ്ട ജോലികൾ എന്ന് ദുൽഹജ്ജ് അന്ന് 10 ആണോ? ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് 10-ന്റെ അന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലികളിൽ ഒന്ന് ജംറയിൽ കല്ലെറിയുക. എന്താണ്? ജംറയിൽ കല്ലെറിയുക. അതിനുവേണ്ടി കല്ല് കയ്യിലില്ല? ഇപ്പം നിങ്ങളുടെ കയ്യിൽ വിശ്രമമൊക്കെ കഴിഞ്ഞ് എവിടെ നാം തമ്പിനകത്ത് വിശ്രമമെല്ലാം കഴിഞ്ഞ് രാവിലെ 9 സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽക്കാണ് സമയം. എന്തിൻ്റെ? കല്ലെറിയേണ്ട സമയം. ഞാൻ മുമ്പ് പറഞ്ഞു, ആ സമയത്ത് പരമാവധി ആരും പോകാൻ നിൽക്കരുത് എന്ന്. കാരണം ഏറ്റവും കൂടുതൽ തിക്കുകളും തിരക്കുകളുമുള്ള സമയമാണ്. അപകടങ്ങളും പ്രശ്നങ്ങളും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. ആയതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ പോകാതെ ളുഹറിന് ശേഷമോ അസറിന് ശേഷമോ മഗ്രിബിന് ശേഷമോ ഇശാഇന് ശേഷമോ നിങ്ങളുടെ സമയമനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? പോകാവുന്നതാണ്. കാരണം അഫ്ളലായ ഒരു കാര്യത്തിന് വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകേണ്ടി വരും. ആയതുകൊണ്ട് അതിന് നിങ്ങൾ നിൽക്കരുത്. പിന്തി ടൈം അനുകൂലമാകുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ പോവുക. പോകുമ്പോൾ പ്രത്യേകം ചെയ്യാനുള്ളത് 7 കല്ലുകൾ കയ്യിൽ കരുതുക. അല്ല, വേണമെങ്കിൽ 10 കല്ലുകൾ എക്സ്ട്രാ 3 കയ്യിൽ വെക്കാല, വേറൊന്നുമല്ല. ഒരെണ്ണം കളഞ്ഞു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു 10 കല്ല് വെറുതെ കൈ പിടിക്കുക. ഉപയോഗിക്കേണ്ടത് 7 കല്ലുകളേ ഉള്ളൂ. അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? ഈ കല്ലുകൾ കയ്യിൽ കരുതി, എല്ലാവരും കല്ലൊക്കെ കരുതി ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നേരെ എങ്ങോട്ട് പോകണം? മിനയുടെ അങ്ങേ അറ്റത്താണ് എന്തുള്ളത്? ജംറകൾ ഉള്ളത്. എന്തുള്ളത്? ജംറകൾ ഉള്ളത്. കല്ലെറിയാനുള്ള സ്ഥലം എന്നർത്ഥം. അവിടെ 3 ജംറകൾ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു പക്ഷേ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. നിങ്ങൾ താമസിക്കുന്ന മിന തമ്പിൽ നിന്നും എത്ര കിലോമീറ്റർ? ഒരു പക്ഷെ 3, 4, 5 കിലോമീറ്റർ എന്ത് ചെയ്യേണ്ടി വരും? നടക്കേണ്ടി വരും. വാഹനം കിട്ടുകയില്ല. അങ്ങനെ നടന്ന് നാം എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ആരെങ്കിലും കൂട്ടി വഴിയൊക്കെ മനസ്സിലാക്കി ആ റൂട്ടിലൂടെ നടന്ന് അവിടെ ചെന്ന് 3 ജംറകൾ നിങ്ങൾക്ക് അവിടെ കാണാം. 3 ജംറകൾ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെ? 1 ജംറത്തുൽ ഊല, 2 ജംറത്തുൽ ഉസ്ത, 3 ജംറത്തുൽ അഖബ എന്നീ 3 ജംറകൾ നിങ്ങൾക്ക് കാണാം. ഈ 3 ജംറകളിൽ നിന്നും 3-ാമത്തെ ജംറയിലാണ് കല്ലെറിയേണ്ടത് എന്ന് പെരുന്നാളിൻ്റെ അന്ന് ദുൽഹജ്ജ് 10-ന്റെ അന്ന് ഒരു ജംറയിൽ എത്ര കല്ലെറിയണം?
7 കല്ല്. അപ്പോൾ 10 കല്ല് എടുക്കാനല്ല പറഞ്ഞത്. അപ്പോൾ ബാക്കി 3 കല്ലോ കയ്യിലിരുന്നോട്ടെ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സഹായിക്കാമില്ല, നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം അവിടെ വീണ് കിടക്കുന്ന കല്ലുകൾ എടുത്തിട്ട് കല്ലെറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. ആ പരിസരത്ത് വീണ് ഇഷ്ടംപോലെ കല്ല് കിടപ്പുണ്ടാവും അവിടെ. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കല്ലെടുത്തുകൊണ്ട് അവിടെ എറിയാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ കരുതുന്ന കല്ലുകളാണ് എന്ത് ചെയ്യേണ്ടത്. കല്ലിൻ്റെ വലിപ്പമൊക്കെ പറഞ്ഞല്ലോ ഞാൻ, കടലമണി വലിപ്പത്തിലുള്ള കല്ലുകൾ ആകണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ കല്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുക, നേരെ അവിടെ പോയി കല്ലെറിയുക. ഒന്നാമത്തെ ജംറയിലല്ല, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, 3 ജംറകൾ. അപ്പം ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ ജംറത്തുൽ ഊലയാണ് കാണുന്നത്. എവിടെ നിന്ന്? മിന തമ്പിൽ നിന്നും നിങ്ങൾ കല്ലെറിയാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ റൈറ്റ് സൈഡിൽ, വലത് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഏതായിരിക്കും? ജംറത്തുൽ ഊല. അതവിടെ അടച്ചു വെച്ചേക്കായിരിക്കും, പോലീസുകാർ വട്ടനിപ്പുണ്ടാവും, കയറ്റൂല അങ്ങോട്ട്. തൊട്ടപ്പുറത്ത് 2ാമത്തെ ജംറയുണ്ട്, അവിടെയും അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടാവും. എന്ന് പെരുന്നാളിൻ്റെ അന്ന്. 3ാമത്തെ ജംറയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഓപ്പണാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെല്ലുക. എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്? നിങ്ങൾ തൽബിയത്തും ചൊല്ലിക്കൊണ്ടല്ലേ പോകേണ്ടത്, അല്ലേ? തൽബിയത്തും ചൊല്ലിക്കൊണ്ടാണ് പോകേണ്ടത്. തൽബിയത്തും ചൊല്ലി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൽബിയത്തും ചൊല്ലി അതാ പോകുന്നു. അതിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ബാക്കിലൂടെ ഇഷ്ടംപോലെ ആളുകൾ ഒഴുകി എത്തുന്നുണ്ടാകും, ആകട്ടെ. എങ്കിലും പരമാവധി അതിൻ്റെ ഇപ്പോൾ ഒരു വള്ളം പോലെ സംവിധാനം ചെയ്തേക്കണം, വള്ളം പോലെ. ഈ വള്ളത്തിനകത്തേക്ക് കല്ലെറിയുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. പണ്ടെങ്ങനെയല്ല, ഒരു ചെറിയ ഒരു വട്ടം, ഒരു കിണറിൻ്റെ വട്ടം മാത്രമേ ഉള്ളൂ. അവിടെയാണ് കല്ലെറിയുമ്പോഴാണ് കുറേ അപകടങ്ങൾ കൂടുതൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇന്നിപ്പോൾ നല്ല വ്യാസമുണ്ട്, നല്ല വ്യാസത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു നിലയിലുണ്ട്, 2ാമത്തെ നിലയിലുണ്ട്, 3ാമത്തെ നിലയിലുണ്ട്. പോലീസുകാർ നിങ്ങളെ ഏത് വഴിക്കോടാണ് വിടുന്നത് ആ വഴിയിലൂടെ പൊക്കോളണം കേട്ടോ. മുമ്പ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പണ്ട് കാലഘട്ടത്തിൽ നമ്മളൊക്കെ പോകുമ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ജംറ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം. അതിൻ്റെ മുകളിൽ തന്നെ എന്തുണ്ട്, 3-4 തട്ടുകളുണ്ട്. അപ്പോൾ ഈ തട്ടുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു തട്ടിൽ എവിടെയായാലും കുഴപ്പമില്ല, താഴെ പോകലാണ് കുറിച്ച് നല്ലത്, സുരക്ഷിതത്വം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ചെന്ന് അടുത്ത് നിന്നിട്ട് ഇവൻ്റെ കയ്യിൽ വച്ചിരിക്കുന്ന ഈ കല്ലുകളിൽ നിന്നുള്ള ഓരോ കല്ലുകൾ എടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എറിയേണ്ടത്. ഇങ്ങനെയാണ്, അങ്ങനെ ഒരു കല്ലെടുത്ത് ഓരോന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, റജ്മൻ ലിശ്ശൈത്വാൻ റിളൻ ലിർറഹ്മാൻ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, റജ്മൻ ലിശ്ശൈത്വാൻ റിളൻ ലിർറഹ്മാൻ. പിശാചിനെ എറിയുന്നു അല്ലാ, നിന്റെ തൃപ്തിയെ ഞാൻ കാംക്ഷിക്കുന്നു അല്ലാ. ഒരു യുദ്ധത്തിൻ്റെ മുറയാണത്. നീ ഇതുവരെയും പിശാചിനോട് നീ മത്സരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനയ്ക്ക് എതിരായി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് വന്നത് മുഴുവനും. പിശാചെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് നീ പറഞ്ഞില്ലേ, പലതും പറഞ്ഞ് ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിച്ചില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാട്ടി ഓടിച്ചില്ലേ പല സ്ഥലങ്ങളിലും. അതിൽപ്പെട്ട ഭാഗമാണത്, ചരിത്രം ഞാൻ പറയുന്നില്ല. ആ നിലയിൽ പറയുന്നവൻ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, റജ്മൻ ലിശ്ശൈത്വാൻ റിളൻ ലിർറഹ്മാൻ. മനസ്സിലായോ? ഇവിടെ എറിയുമ്പോൾ പുരുഷന്മാരായ ശരിക്കും ശ്രദ്ധിക്കുക, കല്ലെറിയാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ആ ബൗണ്ടറിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം, ആ ഭിത്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എറിയണം. ആളുകൾ ഒഴുകിയെത്തി ഇവൻ്റെ അടുത്തേക്ക് തിക്കി വരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ ആ സമയത്ത് മാറി നിന്നേക്കണവൻ. ഒഴുക്കിച്ച് കുറവാണ്, ഇങ്ങനെ ഓളം പോലെയാണ് അവിടുത്തെ അവസ്ഥ. വെള്ളത്തിൻ്റെ ഓളം വരാറില്ല, ഒരു ഓളം കഴിഞ്ഞോട് പോയി പിന്നെ ഇച്ചിരി കഴിയുമ്പോഴാണ് അടുത്തത് വരുള്ളൂ എന്നതുപോലെ ആ വലിയ ഓളം വരുമ്പോൾ പതുക്കെ മാറി നിൽക്കണം. ആ ഓളം കൂടെ പോയി കഴിയുമ്പോഴേക്കണം നല്ല സൗകര്യക്കാപ്പം കിട്ടും. അപ്പോൾ പതുക്കെ അടുത്തേക്ക് നിന്നിട്ട് അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം, എറിയണം. പുരുഷന്മാരെങ്ങനെ എറിയണം? കക്ഷത്തിൻ്റെ വെള്ള പുറത്ത് കാണുന്ന നിലയിലാകണം എറിയേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, റജ്മൻ ലിശ്ശൈത്വാൻ റിളൻ ലിർറഹ്മാൻ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇങ്ങനെ ഓരോ കല്ലുകളും എടുത്തെറിയുക. ഒന്നായി 7 കല്ലും കൂടി എടുത്തിട്ട് ഒരൊറ്റ ഹെയർ അല്ല. അവിടെ തൂണുണ്ടല്ലോ, അവിടെ ഉണ്ടോ? തൂണുണ്ട്, സ്തൂപമുണ്ട്. എവിടെയുണ്ട്? സ്തൂപമുണ്ട്. നീ എറിയേണ്ടത് സ്തൂപത്തിലല്ല, പിന്നെയോ
കുഴി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എറിയേണ്ടത്. നല്ല ശതമാനം ആളുകളും കല്ലെറിയുന്നത് എവിടെയാ? തൂണേക്ക എറിയണത്. കിട്ടണ സാധനം ചെരുപ്പും കൊടയും എന്ന് വേണ്ട എന്തൊക്കെ സാധനം പുറത്ത് കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് പിശാചിനാണ് എറിയണത്. പിശാചിനെയാണല്ലോ എറിയണത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തൊക്കെ കിട്ടും അതൊക്കെ വച്ചാണ് എറിയുന്നത്. എവിടെ? തൂണയിലേക്ക്. തൂണിലല്ല എറിയേണ്ടത്. പിന്നെ എവിടെ? കുഴി ലക്ഷ്യമാക്കിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുകൊണ്ട് അവൻ എന്ത് ചെയ്യുക? എറിയുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം എറിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. 7 ആയിട്ടുണ്ടാകും, പോരാ, പിന്നെ 7 ആയി എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തുക. ഇതിൽ പ്രത്യേകമായ കാര്യം ഇതുണ്ട്. ഒന്ന് സമയമാവുക. എപ്പോഴെങ്കിലും വന്ന് കല്ലെറിഞ്ഞിട്ട് പോയാൽ പറ്റുമോ? എപ്പോഴെങ്കിലും വന്ന് കല്ലെറിഞ്ഞിട്ട് പോയാൽ പറ്റുമോ? ഇല്ല. അറഫ കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കല്ലെറിയാൻ പാടുള്ളൂ. ഒന്നാമത്തെ കല്ലെറിയുന്നതിൻ്റെ കാര്യം എന്ത് ചെയ്യണം? സമയമാവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രഭാതമായതിനു ശേഷവും അതിനുള്ള സമയം കഴിയുമ്പോൾ. ഉച്ച കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോയേക്കണം നിങ്ങൾ. ഇല്ലെങ്കിൽ ഉച്ചക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് പൊങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? പോയേക്കണം, കുഴപ്പമില്ല. പിന്നെ ഇത് എന്നത്തെ കാര്യം പറയണേ? ദുൽഹജ്ജ് 10 എന്നാണ്. 11, 12, 13 സമയത്ത് സമയം വേറെയാണ് കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ആയതുകൊണ്ട് ഒന്ന് സമയമാവുക. രണ്ടാമത്തേത് മുസ്ദലിഫക്ക് ശേഷമാവുക. മുസ്ദലിഫക്ക് ശേഷമല്ലേ? ആണല്ലോ. മൂന്നാമത്തെ കാര്യം 7 പ്രാവശ്യം എറിയുക. മനസ്സിലായില്ലെന്ന്? വാജിബാണ് ഈ പറയണത്, നിർബന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വീഴ്ച വന്നാൽ ഫിദ്യ കൊടുക്കേണ്ടി വരും. കാരണം ജംറയിൽ എറിയുക എന്നത് വാജിബിൽപ്പെട്ടതല്ലേ? മിനയിൽ കല്ലെറിയുക എന്നത് വാജിബിൽപ്പെട്ട എണ്ണമായി ഞാൻ എണ്ണി പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പം അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫിദ്യ കൊടുക്കേണ്ടി വരും. അപ്പം 7 എണ്ണം പൂർത്തിയാവുക. പിന്നെയോ എറിയൽ തന്നെയാകണം, ഇടൽ ആകരുത്. എന്താണ്? എറിയൽ തന്നെയാകണം, പിന്നെ ഇടൽ ആകരുത്. തൂണിലോ ഭിത്തിയിലോ ആകരുത്. തൂണിലോ ഭിത്തിയിലോ ആകരുത്. ഞാൻ പറഞ്ഞു പുരുഷന്മാർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. കൈ കക്ഷത്തിൻ്റെ വെള്ള കാണുന്നതിൽ സ്ത്രീകളെ നിങ്ങൾ ചെയ്യാനുള്ളത് കൈ പൊക്കിയെറിയൊന്നും വേണ്ട. നിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? കക്ഷത്തിൻ്റെ വെള്ളമൊന്നും കാണുന്ന രീതിയിലല്ല, സാധാരണ നിലയിൽ കൈ നീട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ എറിയുക. പുരുഷന്മാർ ഇങ്ങനെ എന്ത് ചെയ്യുക? എറിയുക. ഇതാണ് ചെയ്യേണ്ടത്. എറിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ, അല്ലേ? എന്ത് ചെയ്യുക? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ റജ്മൻ ലിശൈത്താൻ റിളൻ ലിർറഹ്മാൻ എന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യുക? ആ ദിക്റും ചൊല്ലി അവൻ എന്ത് ചെയ്യുക? എറിയുക. എറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇനി അടുത്ത ജോലി അന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള ഒരു ജോലി ഉണ്ടെന്ന് അറിയാമോ? ഇപ്പം എത്ര ഫർള് കഴിഞ്ഞു എന്ന് പറഞ്ഞേ? ഹജ്ജിൻ്റെ ഫർള് ഇപ്പം എത്ര എണ്ണം കഴിഞ്ഞു? ഇഹ്റാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെന്ത് കഴിഞ്ഞു? അറഫ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അറഫ ഫർളല്ലേ? പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞത് ഏതാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. കല്ലെറിയൽ ഫർളല്ലല്ലോ, വാജിബല്ലേ നമ്മൾ എണ്ണിയത്? തവാഫിന് പോയില്ലല്ലോ. എന്താ ഈ പറയുന്നത്? തവാഫ്, ഹജ്ജിൻ്റെ തവാഫിന് പോയോ നമ്മൾ? മുസ്ദലിഫ പോയി. മുസ്ദലിഫ ഫർളാണോ? വാജിബല്ലേ? മുസ്ദലിഫ എന്താണ്? വാജിബൽ. എന്ത് മിണ്ടാത്ത പറ? 2 കഴിഞ്ഞുള്ളൂ. ഹജ്ജിൻ്റെ ഫർളുകളിൽ നിന്നുള്ള ഹജ്ജിൻ്റെ ഫർള് ഇത്രയും ആദ്യം പറ. 1 ഇഹ്റാം, 2 തവാഫ്. മറ്റേ ഉംറയുടെ ഫർള് നമ്മൾ പറഞ്ഞില്ലേ? 2 തവാഫ്, 3 സഅയ്, 4 മുടി കളയുക എന്നല്ലേ? പിന്നെ 5ാമത്തെ ഒന്നുകൂടി പറഞ്ഞത് എന്താണ്? അറഫ നിൽക്കാന്നല്ലേ പറഞ്ഞത്? അപ്പം ഈ 5 എണ്ണത്തിൽ ഏതൊക്കെ കഴിഞ്ഞു? 1 ഇഹ്റാം ചെയ്തു, കഴിഞ്ഞു. പിന്നെ അറഫയിൽ നിൽക്കുക, കഴിഞ്ഞു. പിന്നെ ഫർളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ വാജിബേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവശേഷിക്കുന്ന ഫർളുകൾ ഉണ്ട്. അവകളിൽ അന്ന് ചെയ്യാനുള്ളത് മുടി കളയുക എന്നതാണ്. എന്ന് ദുൽഹജ്ജ് 10 അന്ന്. ദുൽഹജ്ജ് 10 അന്ന് എപ്പോഴാണത് ചെയ്യേണ്ടതെന്ന് അറിയാമോ? കല്ലേറ് കഴിഞ്ഞതിന് ശേഷമാണ് കളയേണ്ടത്. മുടി കളയേണ്ടത് എപ്പോഴാണ്? കല്ലേറ് കഴിഞ്ഞതിന് ശേഷം. എങ്ങനെയാണ് കളയേണ്ടത്? അന്ന് പറഞ്ഞെന്നല്ലോ. മുഴുവനും കളയുക, വടിച്ച് കളയുക. വെട്ടുന്നതിനേക്കാൾ അഫ്ളല് വടിക്കലാണ് എന്ന കാര്യമെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അന്ന് മുടി എങ്ങനെയാണോ കളഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കളയുക, വടിക്കുക എന്നർത്ഥം. അതും കൂടി അതെവിടെ വെച്ചാൽ സംഭവം? അവിടെ അതിന് പരിസരത്തൊക്കെ മുടി കളയാൻ പറ്റുന്ന ബാർബർ ഷോപ്പുകളുണ്ട്.
15ഉം 20ഉം 25ഉം റിയാലുകൾ ഗവൺമെൻറ് നിശ്ചയിച്ച റിയാലുകൾ എത്രയാണോ അതനുസരിച്ച് കൊടുത്ത് എന്ത് ചെയ്യുക, വടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന തമ്പിൻ്റെ ഉള്ളിൽ ചെന്ന് ഒരു ഹിക്മത്തിൽ, ഇന്ന് പോലീസുകാരൊന്നും കാണാതെ അവിടുത്തെ ഡ്യൂട്ടിക്കാരൊന്നും കാണാതെ ഹിക്മത്തിൽ എന്ത് ചെയ്യുക, ആരെക്കൊണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, മുടി എന്ത് ചെയ്യുക, കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ ഷേവിങ് സെറ്റ് കൊണ്ടോ എന്ത് ചെയ്യുക, വടിച്ച് കളയുക. അതിനു വേണ്ടി പ്രത്യേകിച്ച് അവിടെ ആളുകൾ തയ്യാറായി തന്നെ നിൽപ്പുണ്ടാകും. പക്ഷേ ചില ആളുകൾ പഠിച്ച് പകുതി എത്തുമ്പോഴേക്കും പോലീസൊന്ന് ഓടിക്കണത് പോലെ പകുതിയാക്കി കൊണ്ട് നടക്കേണ്ട വരും. ഇഷ്ടം പോലെ അനുഭവമുണ്ട്. അപ്പം ആയതുകൊണ്ട് അതൊക്കെ ഹിക്മത്തിൽ നോക്കി അതൊക്കെ വേസ്റ്റൊക്കെ അവിടെ ഇടാതെ നോക്കിയും കണ്ടൊക്കെ നിൽക്കേണ്ട വരും. ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ചില നിശ്ചിത സംഖ്യ അവിടെ ആകുമ്പോൾ ചിലപ്പോൾ 25 റിയാൽ കൊടുക്കണം, ഇവിടെ ആകുമ്പോൾ 10 റിയാൽ 15 റിയാലും എന്ത് ചെയ്യും, കാര്യം സാധിക്കും. അതെ. അപ്പം ഈ നിലയിൽ എന്ത് ചെയ്യുക, മുടികളെ. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ തമ്പിൽ വന്നതിന് ശേഷം മുമ്പ് പറഞ്ഞതുപോലെ മുടി മുഴുവനും കൂട്ടിപ്പിടിച്ച് അതിൻ്റെ അങ്ങേ അറ്റത്ത് വീണ്ടും ആ കത്രിക കൊണ്ട് ഒരു വിരൽ തുമ്പിൻ്റെ കതിറ് വെട്ടിക്കളയലോടുകൂടെ അതെ, പുരുഷൻ അവൻ്റെ തലമുണ്ടനം ചെയ്യുന്നതോടുകൂടെ, സ്ത്രീകൾ അവളുടെ മുടിവെട്ടലോടുകൂടെ അവളും അവനും ഹജ്ജിൽ നിന്നുള്ള തഹല്ലുൽ വിരാമം ആദ്യഘട്ടം കഴിഞ്ഞു. എന്തായി? ആദ്യഘട്ടം ഒഴിവായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇഹ്റാം കൊണ്ട് ഹറാമായിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കുറേ എണ്ണി പറഞ്ഞില്ല ഞാൻ, അവകളിൽ നിന്നുള്ള ഒരു കാര്യം ഒഴികെ ബാക്കി മുഴുവനും അനുവദനീയമായി ഹലാലായി. ഏത്? ഭാര്യ ഭർത്തൃ ബന്ധം എന്ന ആ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം അവന് അനുവദനീയമായി. സുഗന്ധം ഉപയോഗിക്കാം, നഖം വെട്ടാം, മുടി മുറിക്കാം, അതുപോലെ എണ്ണ പൂശാം, വസ്ത്രം ധരിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് പറ്റും. ഉടൻ തന്നെ അവിടെ തന്നെ പോയി ഒന്ന് കുളിച്ച് കഴിയുമ്പോഴേക്കും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കരുതാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ അന്ന്, അല്ലേ? ഇത് മുടി കൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കാതിരിക്കും, അത് വേറെ കാര്യം. നിങ്ങൾ എന്ത് ചെയ്ത് ഇട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ സാധാ വേഷത്തിലായി നിങ്ങൾ എന്ന് പെരുന്നാളിൻ്റെ അന്ന്. ഇപ്പോഴാണൊന്ന് കുളിച്ച് കഴിയുമ്പോഴേക്കാണ് ഇച്ചിരി എണ്ണയൊക്കെ പൂശി ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് ഒന്ന് കുളിച്ച് കളയുമ്പോഴാണ് അധികവും പുരുഷന്മാർക്ക് സമാധാനമാണ്. അതിനേക്കാൾ ഒരു സ്ത്രീകളെ പറ്റി പറയാനുണ്ടോ? സ്ത്രീകൾക്കൊക്കെ ഒരു ദിവസം കാലത്ത് ഉച്ചവും വൈകുന്നേരം, ഇപ്പോൾ ചൂടുകാലത്തിൻ്റെ പേരിൽ 3 നേരമൊക്കെ കുളിക്കാറുണ്ട്, ഇല്ലെങ്കിൽ കാലത്തും വൈകുന്നേരം കുളിക്കാറുണ്ട്. ഒരു നേരം കുളിക്കാതിരുന്നാൽ പിന്നെ അവർക്ക് അന്നത്തെ ജീവിതം തന്നെ വല്ലാത്ത ഇതാണ്, അല്ലേ? അങ്ങനെ പൊതുവെ അങ്ങനെയാണ്. തന്നെയല്ല, ഇവർ നാട്ടിൽ വെച്ച് ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ കുളിച്ചിരുന്ന ആളുകൾ 3-4 ദിവസമൊക്കെ വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് വിശാലമായി സൗകര്യപ്രദമായി ഒന്ന് കുളിക്കാൻ അവസരം കിട്ടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. അവരൊരു ജോഡി ഡ്രസ്സും നല്ലൊരു ഡ്രസ്സും കൂടി ഇട്ട് കഴിയുമ്പോൾ അവർക്ക് വലിയ മനസമാധാനം കിട്ടും. കാരണം ഇന്നലെ വരെയും അവരുടെ ജീവിതത്തിൽ എന്താണ്, ഐഷാഡോ, അല്ലേ, സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എന്തൊക്കെ പൂശും മുഖത്തും അവിടെ ഇവിടെയൊക്കെ തേക്കുന്ന സ്വഭാവമുണ്ട് പല നാടിലും സഹോദരിമാർക്ക്. എന്ത് ഐഷാഡോ തേച്ചുകൊണ്ട് നടക്കും, ഐലൈനർ തേക്കും, പ്ലക്ക് ചെയ്യും, ഇതൊക്കെ ചെത്തിമിനിക്ക് കണ്ടീഷനാക്കി, പിന്നെ മസ്കാര, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയും കുറേ സാധാരണ സ്ത്രീകൾ പറയുന്ന കുറേ സംസാരം എനിക്കറിയാൻ പാടില്ല കേട്ടോ തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ പൂശി നടന്ന ആളുകൾ ചുണ്ടത്ത് ലിപ്സ്റ്റിക്കൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നടക്കണവരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇട്ടിട്ട് എത്ര ദിവസമായി പഠിച്ചവനെ, അല്ലാ അൽഹംദുലില്ലാ ഒന്ന് കുളിച്ച് റെഡിയായി ഇനിക്ക് എന്നും പറയും. ഇതൊന്നും ഇടാനും പറ്റും നിൽക്കല്ലോ നിങ്ങൾക്കൊരു സമാധാനമായി. അൽഹംദുലില്ലാ, ഹജ്ജിൽ നിന്നുള്ള 1ാമത്തെ വിരാമം എന്നുണ്ടായി, അതുൽ ഹജ്ജ് 10ൻ്റെ അന്നുണ്ടായി. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. സത്യത്തിൽ എവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, തമ്പിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു തന്നെ ആ വന്ന വഴിയിലൂടെ പോകാൻ പറ്റൂല, വേറെ വഴിയോടെ തിരിച്ചു പോകേണ്ട വരും. പോലീസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ റൂട്ട് തിരിച്ചു വിടും ഇന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ കാർഡ് കയ്യിൽ വേണം കേട്ടോ, പ്രത്യേകിച്ച് പറയാണ്. കാരണം ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പോയിന്റിലെത്താൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ തമ്പിലാണ് ഞാൻ താമസിക്കണതെന്ന് ആരോട് പറഞ്ഞാലും അവർ കാണിച്ചു തരും ഇൻഷാ അല്ലാ. അപ്പോൾ അതൊരു കയ്യിൽ കാർഡ് കരുതുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം, സ്മരിക്കണം. അൽഹംദുലില്ലാ. അപ്പോൾ ദുൽ ഹജ്ജ് 10ൻ്റെ അന്ന് നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ രാത്രി താമസിക്കുക. എവിടെ? മിനയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, താമസിക്കുക. ഇനി അന്ന് വെള്ളിയാഴ്ചയാണെങ്കിലോ, ഏതാ അന്ന് എന്ന് പറഞ്ഞാൽ ദുൽ ഹജ്ജ് 10ൻ്റെ അന്ന് വെള്ളിയാഴ്ചയാണെന്നിരിക്കട്ടെ, ജുമാക്ക് ഹറമി പോകണോ? വേണ്ട. എന്ത് ചെയ്തേക്കണം, അവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ എവിടെ? ഈ മിനയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ നിന്ന് ലോഹറിൻ്റെ സമയമാകുമ്പോൾ ലോഹർ നിസ്കരിക്കുക. ദുൽ ഹജ്ജ് 10 എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അന്നായി പറയണത്, അല്ലേ? അപ്പം പെരുന്നാൾ നിസ്കരിക്കണ്ടേ? വേണ്ട, ലാഭമായി.
ലാഭമായി പെരുന്നാൾ നിസ്കരിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ത് ചെയ്തു, പെരുന്നാൾ ബാക്കി ഇവിടെ നാട്ടിലുള്ളവർക്ക് നിസ്കരിച്ചോളും കേട്ടോ. ഇനി അന്ന് ജുമാ എന്നിരിക്കട്ടെ, ളുഹർ നിസ്കരിച്ചാൽ മതി. അവിടെ വെച്ച് എന്ത് ചെയ്താൽ ളുഹർ നിസ്കരിച്ചാൽ മതി. അൽഹംദുലില്ലാ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുടി കളയുക എന്നത് അഭിമാനത്തോടുകൂടി കൊണ്ട് നടന്ന മുടിയാണ് അല്ലേ, സൂക്ഷിച്ച് നടന്ന മുടി. ആ 7ാമത്തെ ദിവസം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ജന്മം കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുടി 7ൻ്റെ അന്ന് കളഞ്ഞ് കുട്ടി ഒരു ശുദ്ധനായി മാറുന്നത് പോലെ ഇതാ നാം ഹജ്ജുമായി ബന്ധപ്പെട്ട ഇഹ്റാം അറഫ പോലെയുള്ള അമലുകളൊക്കെ കഴിഞ്ഞ് ഇതാ മുടി അങ്ങോട്ട് കളഞ്ഞ് വൃത്തിയായി കഴിയുമ്പോൾ അവനൊരു വിശുദ്ധനായ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറി അന്ന് അവിടെ താമസിക്കുക. ദുൽഹജ്ജ് 10ൻ്റെ അന്ന് അവിടെ താമസിക്കുക. ഈ താമസിക്കുന്ന ഘട്ടത്തിൽ മിനയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഫിദിയ കൊടുക്കാത്ത ആളുകൾക്ക്, ഹദിയ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഉളഹിയ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറക്കാനും കൊടുക്കാനുമുള്ള സംവിധാനം എന്തുണ്ട്, അവിടെ ഉണ്ട്. ഇച്ചിരി ത്യാഗമുണ്ട്. പൈസ അടച്ച് ബില്ല് മേടിച്ച് കൈപിടിച്ചവരാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ സൗകര്യം മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2-3 കൊല്ലമായിട്ട് അതിന് വലിയ അപ്രായോഗികമാണത്. കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പോലീസുകാർ സമ്മതിക്കാതിരിക്കലും ഒക്കെ ഉണ്ട്. അവിടെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവിടെ വച്ച് ചെയ്യാവുന്നതാണ്. അന്ന് ഈ മിനയിൽ വീണ്ടും അവിടെ വന്ന് നിൽക്കുകയാണല്ലോ. ദുൽഹജ്ജ് 10ൻ്റെ അന്ന് അൽഹംദുലില്ലാ അന്നത്തെ ഒരു സമാധാനത്തോടുകൂടി നമ്മൾ ഒന്നാമത്തെ തഹല്ലുൽ, ഒന്നാമത്തെ വിരാമം കുറിച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായി. ദുൽഹജ്ജ് 10ആയി, സമാധാനമായില്ലേ? അൽഹംദുലില്ലാ. ഇനി കുറച്ച് അമലും കൂടി ഉണ്ടല്ലോ. ഫറളുകളിൽ നിന്നും 2 ഫറള് അവശേഷിക്കുന്നില്ലേ? ഏതൊക്കെയൊന്ന് പറയാമോ? തവാഫും സഅയും ചെയ്യണ്ടേ, നമുക്ക് ചെയ്യണം. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ സഹോദരിമാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. നിങ്ങൾ കേൾക്കൊന്നും വേണ്ട, അവരോട് മാത്രമേ പറയാനുള്ളത്. സഹോദരിമാരെ, നിങ്ങൾ അറഫ കഴിഞ്ഞു, മുസ്ദലിഫ കഴിഞ്ഞു, മിനയിലൂടെ എന്നർത്ഥം. ഈ ഘട്ടത്തിൽ ചില സഹോദരിമാരുടെ മാസമുറയുടെ ഘട്ടമായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സാധ്യതയുള്ളത് എന്ന് കണ്ടാൽ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ കൂടെയുള്ള ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനെ, ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാരെ, അല്ലെങ്കിൽ കൂടെ ആരാണോ നിങ്ങളുടെ സംരക്ഷകരായി വന്നിട്ടുള്ളത് അവരെയും കൂട്ടി, കുറച്ച് ത്യാഗമുണ്ട്, അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലൂടെ ജംറയിൽ വന്ന് കല്ലെറിയണമെങ്കിൽ എറിഞ്ഞോ, ഇല്ല പിന്നീട് വന്നിട്ട് എറിഞ്ഞാലും മതി. ജംറയിലൂടെയാണ് കയറി പോകാനേ മാർഗമുള്ളൂ. ഏത് മക്കയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, മിനയിൽ ഈ ജംറ ഉണ്ടല്ലോ, കല്ലെറിയ സ്ഥലമില്ലേ, അതിലൂടെ പോകാനേ മാർഗമുള്ളൂ. ഈ പോകുന്ന വഴിക്ക് ആ 7 കല്ല് എടുത്ത് കൈ പിടിച്ചിട്ട് അതുകൂടെ കല്ലേറും കഴിഞ്ഞ് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മക്കയിലേക്ക് തവാഫിന് വേണ്ടി പോകാം. നേരെ അന്ന് തന്നെ രാത്രി തന്നെ എന്ത് ചെയ്യാം, തവാഫിന് വേണ്ടി പോകാം. തവാഫും കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യണം, സഅയും കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തവാഫ് കഴിഞ്ഞ പിന്നെ സമാധാനമായി. തവാഫാണ് ഈ ഇങ്ങനെയുള്ള പിരീഡ് ഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്തതുള്ള ഹറാമുള്ളൂ. കാരണം എന്ത്, പള്ളിക്കുള്ളിലാണത്. എവിടെയാണ്? പള്ളിയുടെ ഹറമിൻ്റെ ഉള്ളിലാണത്. അപ്പോൾ സഅയോ എവിടെയാണ് സഅയ് ചെയ്യണത്? പള്ളിയുടെ ഉള്ളിലാ എന്നാ നമ്മുടെയൊക്കെ തോന്നൽ. കാരണം പള്ളിയോട് ചേർന്ന് തന്നെ നല്ല AC ഒക്കെ ഇട്ട് നല്ല സംവിധാനിച്ച് 2 നില 3 നില 4 നില 5 നിലയൊക്കെ പള്ളിയിൽ ചേർന്ന് തന്നെ സഅയ് മസഹ എന്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം പള്ളിയായി വഖഫ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്ഥലത്ത് സഅയ്, ഇങ്ങനെ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് സഅയ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ശുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? കുഴപ്പമില്ല എന്നാണ്ടോ പറഞ്ഞത്? ശരി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഘട്ടം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അതവർക്ക് വലിയൊരു സമാധാനമാണത്. സ്ത്രീകൾക്ക് വലിയൊരു സമാധാനമാണ്. കൂടെ ആളുകൾ കൊണ്ട് കൂട്ടം കൂടി പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി അപ്പം അന്ന് 10ൻ്റെ അന്നവിടെ താമസം നമ്മളെല്ലാവരും താമസിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പിറ്റേന്ന് രാവിലെ, പിറ്റേന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11ൻ്റെ അന്ന് രാവിലെ പ്രായോഗിക, ഞാൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു,
പ്രായോഗികവും സന്ദർഭോചിതവുമായ നിലയിലുള്ള ക്ലാസ്സാണ് നടത്തുന്നത് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട്. അപ്പം നിങ്ങൾക്ക് ഇനി ഹറമിലേക്ക് ചെല്ലുക എന്നത് തിക്കും തിരക്കും എന്ന് പറഞ്ഞ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ മത്താഫിലേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല, അത്രയും തിക്ക ആകും മിക്കവാറും ഘട്ടങ്ങളിൽ. അപ്പം മിക്കവാറും എൻ്റെ അനുഭവത്തിലും മറ്റുള്ളവരുടെയൊക്കെ അനുഭവത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്, ദുൽഹജ്ജ് 11 അന്ന് രാവിലെ സുബ്ഹി എന്ത് ചെയ്യണം? അപ്പം രാത്രി അവിടെ താമസിക്കണം കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാത്രി എവിടെ താമസിക്കണം? മിനയിൽ താമസിക്കൽ എന്താണ്? വാജിബാണ്. എന്താണ്? വാജിബാണ്. താമസിച്ചില്ലെങ്കിൽ ഫിദി കൊടുക്കേണ്ടി വരും. 8ൻ്റെ അന്നാണെങ്കിലോ ഫിദി കൊടുക്കണോ? സുന്നത്താന്നല്ലേ പറഞ്ഞത് ഞാൻ? 8ൻ്റെ അന്ന് രാത്രി താമസിക്കൽ സുന്നത്താണെന്നല്ലേ പറഞ്ഞത്? ഇതെന്താ വാജിബാണ്? ഇത് പെരുന്നാളിൻ്റെ അന്ന് രാത്രി താമസിക്കൽ എന്താണ്? വാജിബാണ്. അപ്പം അതിൽ സിംഹഭാഗം രാത്രിയുടെ മുഅല്ലമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ നല്ലൊരു ശതമാനം സമയവും മിനയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാവുക. ഉറങ്ങണമെന്നോ താമസിക്കണമെന്നോ അല്ല പറഞ്ഞർത്ഥം, ഉണ്ടാവുക. അവിടെ ഉണ്ട്. രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ ഒരു ഹിക്മത്താണ് കേട്ടോ, ഇതൊരു ഒരു ഐഡിയയാണത്. സുബഹിക്ക് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടെ പറ്റിയ ആൾക്കാരെയും കൂട്ടി നിങ്ങൾ സുബ്ഹി വേണമെങ്കിൽ അവിടെ നിസ്കരിച്ചിട്ട് പോകാം. എവിടെ? ഈ തമ്പിൽ തന്നെ, മിന തമ്പിൽ തന്നെ നിസ്കരിക്കാം. അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് ഒരു 4 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് കാൽനടയായിട്ട് എന്ത് ചെയ്യുക? കുറച്ച് കല്ലും, കുറച്ച് കല്ലെന്ന് പറഞ്ഞാൽ 21 കല്ലിന് ഒരു 2-3 കല്ല് കൂടുതലെടുത്തോ. അതും എടുത്ത് പതുക്കെ എന്ത് ചെയ്യണം? പോക്കറ്റിലേക്ക് ഇട്ട്. സ്ത്രീകളും അതുപോലെ ഒരു 21 കല്ലെടുത്ത് പോക്കറ്റിലിട്ട് എന്ത് ചെയ്തേക്കണം? തിന്നാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി പതുക്കെ എന്ത് ചെയ്യണം? കൂട്ടുകാരെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? നേരെ ഒരൊറ്റ പോക്ക് എങ്ങോട്ട് പോകണം? നേരെ എവിടെ പോകണം? മക്കയിലേക്ക് പോകണം. ഇപ്പം അവിടെയല്ല, മിനയിലല്ലേ ഇപ്പം താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ വരും, അത്രേ വരുള്ളൂ. പിന്നെ മിനയുടെ അങ്ങേ അറ്റത്താണ് താമസിക്കണമെങ്കിൽ എന്തൊരു 10 കിലോമീറ്ററൊക്കെ വരും. മിനയുടെ അങ്ങേ അറ്റത്താണ് നിങ്ങളുടെ തമ്പ് എങ്കിൽ ഇങ്ങോട്ട് ദീർഘം കൂടുതലായിരിക്കും. ഈ പരിസരത്തൊക്കെയാണെങ്കിൽ ഒരു 3-3.5-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മക്കയിൽ മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്ത് ചെയ്യുക? രാവിലെ 11ൻ്റെ അന്ന് രാവിലെ ആഫിയത്ത് ഉണ്ട് വേണോ ടച്ചിൽ? കാൽനടയെ ബസ്സൊക്കെ കിട്ടാൻ പാടാ, വണ്ടികളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് നോക്കണ്ട, നടന്ന് എന്ത് ചെയ്യുക? നേരെ നിങ്ങളൊരു ഗ്യാങ്ങായിട്ട് ഈ കല്ലും പെറുക്കിയിട്ട് നേരെ പോവാം. കല്ലെടുത്ത് സുരക്ഷിതമായി ഷർട്ടൊക്കെ ഇടാലോ അല്ലേ? ഇതൊക്കെ ഇടാം. ഇപ്പം നമ്മൾ ഇറാമിയൊന്നും പരമാവധി ഒഴിവായാലും ഒരു കാര്യം ഒഴികെ ബാക്കിയൊക്കെ അനുവദനീയമായല്ലോ. അപ്പം നമ്മൾ ഇതുമായിട്ട് നേരെ ചെന്ന് മസ്ജിദുൽ ഹറാമിൽ ചെന്ന് സുബ്ഹി അവിടെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞ് ആളുകൾ സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ ജനങ്ങളൊക്കെ തവാഫിലേക്ക് ഇറങ്ങും. ഉടനെ എന്ത് ചെയ്യുന്നു? ഒരു തവാഫ് കഴിഞ്ഞിട്ടേ ആളുകൾ കയറാറുള്ളൂ. ഇച്ചിരി വെയിറ്റ് ചെയ്യുക, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാന്നർത്ഥം, ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചുറ്റൽ കഴിഞ്ഞ് കുറേ ഗ്യാങ് എന്ത് ചെയ്യും? പോവും. മത്താഫിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് ഇറങ്ങുക. എന്തിനു വേണ്ടി? ഹജ്ജിൻ്റെ ഫർളായ തവാഫ്, തവാഫുൽ ഇഫാള. എന്താ പേര്? ഇഫാളത്തിൻ്റെ തവാഫ്. ഹജ്ജിൻ്റെ ഫർളായ തവാഫിൻ്റെ പേരെന്താ? ഇഫാളത്തിൻ്റെ തവാഫ്, അല്ലെങ്കിൽ സിയാറത്തിൻ്റെ തവാഫ്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ തവാഫ്, എല്ലാം ഒന്ന് തന്നെ, ഒന്ന് തന്നെ. അപ്പം എന്ത് ചെയ്യണം? ഇഫാളത്തിൻ്റെ തവാഫ് എന്ത് ചെയ്തു? ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ തവാഫ് എന്ത് ചെയ്യുക? ചെയ്യുക. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്? അന്ന് ചെയ്തതുപോലെ ഉളു വേണം, നിബന്ധനകൾ എല്ലാം പാലിച്ച് എന്ത് ചെയ്യും? ഇടതുവശം ആ രീതിയിലും ആ സൂക്ഷിക്കേണ്ടതുപോലെ 7 പ്രാവശ്യം നാം എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് തവാഫ് കഴിയുക. ഞാൻ ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ആ പറഞ്ഞ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലി 7 തവാഫ് കഴിഞ്ഞു. ഇഫാദത്തിൻ്റെ തവാഫ് കഴിഞ്ഞു, ഹജ്ജിൻ്റെ തവാഫ് കഴിഞ്ഞു. ഇനി എന്താണ്? തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അതും നിർവഹിച്ചു. അതിനുശേഷം എന്താണ്? സംസം വെള്ളം കുടിച്ചു, അതും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഫർളിൽ ഹജ്ജിൻ്റെ അവസാനത്തെ ഫർള് സഅയ് ചെയ്യുക. അതിനെങ്ങോട്ട് പോകണം? അന്ന് പോയതുപോലെ ആ സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? കയറി പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? അന്ന് ചെയ്തതുപോലെ എന്ത് ചെയ്യണം? സഅയും ചെയ്യലോടുകൂടെ ഹജ്ജിൻ്റെ ഫർളുകൾ മുഴുവനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഹജ്ജിൻ്റെ ഫർളുകൾ വാജിബിന് കുറച്ചും കൂടി ഉണ്ട് അവിടെ. മനസ്സിലായി? ഹജ്ജിൻ്റെ ഫർളുകൾ എന്ത് ചെയ്തു? എല്ലാം കഴിഞ്ഞു. എന്നാ ഇപ്പം കഴിഞ്ഞേക്കണേ?
11-ൻ്റെ അന്ന് നിങ്ങൾ പോയാൽ, നിങ്ങൾ പോയാലല്ലേ പറ്റുള്ളൂ. നിങ്ങൾ പോയാൽ എന്ത് ചെയ്തു? ആ ഫർള് എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി അന്ന് പോകാൻ പറ്റിയില്ല, ക്ഷീണമായി പോയി, കാലിന് വേദനയായി, കാലിന് നീരായി. കാരണം മിന, അറഫ, മുസ്ദലിഫൊക്കെ നടന്ന് 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 വന്നേക്കാണ്. അപ്പോൾ ഒരു പക്ഷേ മിക്കവാറും ആളുകൾക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അന്ന് പോകാൻ പറ്റിയില്ല, വേണ്ട, പിറ്റേ നോക്കും. പക്ഷേ ഇന്നത്തേനൊക്കെ കുറച്ച് തിരക്കെന്ത് ചെയ്യും? കൂടുതൽ പിറ്റേ ദിവസം ഉണ്ടാകും. ഇനി അന്നും പോകാൻ പറ്റിയില്ല, അതിൻ്റെ പിറ്റേന്ന് നോക്കും. എന്താ കുഴപ്പം? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? വിഷയം മനസ്സിലായില്ലേ? ശരി. അപ്പോൾ 11-ൻ്റെ അന്ന് പോയി എന്നോട് സങ്കല്പിക്കാം. നമ്മൾ പോയി, എന്നിട്ടോ മറ്റേ തവാഫും അതിനുശേഷമുള്ള സഅയും കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരത്തോടുകൂടി ആളെവിടെ എത്തണം? തിരിച്ച് മിനയിലേക്ക് വന്നിരിക്കണം. സന്ധ്യാവുമ്പോഴേക്കും എന്ത് ചെയ്തേക്കണം? തിരിച്ച് സമാധാനത്തിൽ വന്ന് മതി, സന്ധ്യാവുമ്പോഴേക്കും എത്തിയാൽ മതി. രാത്രിയിലാണ് മിനയിൽ താമസിക്കൽ വാജിബ്, പകലല്ല. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നതിന് കുഴപ്പമില്ല, മറ്റ് അമലുകൾക്ക് പോകാൻ. അപ്പോൾ വൈകുന്നേരത്തോടു കൂടെ എങ്കിലും അവൻ തിരിച്ച് ഈ മിനയിൽ തന്നെ വരുമ്പോൾ ഏതിലേ വരൂ? ഈ ജംറ വഴിയേ വരൂ. കാരണം ആ ജംറയിൽ കൂടെയാണ് ഇങ്ങോട്ട് പോരുന്നത്. ഇപ്പം തിരിച്ച് നമ്മുടെ തമ്പിലേക്ക് പോകുന്നതും ജംറ വഴിയാണ്. അപ്പോൾ ദുൽഹജ്ജ് 11-ൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജംറകൾ എറിയേണ്ടത്. 11-ൻ്റെ അന്ന്, 12-ൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം, 13-ൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം, 10-ൻ്റെ അന്ന് രാവിലെ മുതൽ എറിയാം. മനസ്സിലായോ? അപ്പോൾ 11, 12, 13 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് എറിയാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് ചെയ്തു? പിന്നെ ഹറമി പോയി അവിടുത്തെ അമലുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ, അസറിന് ശേഷമാണെങ്കിൽ, ഇനി മഗ്‌രിബിന് ശേഷമാണെങ്കിൽ, ആകട്ടെ എപ്പോഴാകട്ടെ, തിരിച്ചു വരുന്ന സമയത്ത് ഈ 3 ജംറകളിലും കല്ലെറിയണം. ആദ്യം എവിടെ എറിയണം? 1-ാമത്തെ ജംറയിൽ എറിയണം. ആദ്യം എവിടെ എറിയണം? 1-ാമത്തെ ജംറയിൽ എറിയണം. പിന്നെ 2-ാമത്തെ ജംറയിൽ അതിനുശേഷം എറിയണം. 7 കല്ല് ഞാൻ പറഞ്ഞില്ലേ, 21 കല്ല് കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞില്ലേ? ആ കല്ലെടുത്തിട്ട് എന്ത് ചെയ്തേക്കണം? പിന്നെ 3-ാമത്തെ ജംറയിലും 7 എറിയണം. കല്ലെടുക്കാതെയാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തമ്പിലായിരിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് കുറേ നീങ്ങിയിട്ടേ കല്ലെടുക്കാൻ പാടുള്ളൂ. കുറേ നടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ത്യാഗം ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനൊരു സംവിധാനം നിങ്ങൾ കരുതിയാൽ, കണ്ടറിഞ്ഞ് മുൻകൂട്ടി ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പകരമാകും. കുറേ ത്യാഗത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 11-ൻ്റെ ദുൽഹജ്ജ് 11-ൻ്റെ അന്ന് തിരിച്ചു വരുമ്പോൾ 3 ജംറകളിലും കല്ലെറിയുക. 3 ജംറകളിലും 1-ാമത്തെ ജംറ ജംറത്തുൽ ഊലയാണ്. 2-ാമത്തെ ജംറ ജംറത്തുൽ ഉസ്തയാണ്. 3-ാമത്തെ ജംറ ഏതാണ്? ജംറത്തുൽ അഖബയാണ്. അപ്പം ഈ നിലയിൽ 3 ജംറകളിലും എന്ത് ചെയ്യണം? അവൻ അവിടെ വച്ച് കല്ലെറിയണം. ഇവിടെ കല്ലെറിയുന്ന കാര്യം പറയുമ്പോൾ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ കല്ലെറിയാൻ വേണ്ടി വന്നപ്പോഴേ ഉമ്മാക്ക് സുഖമല്ല. എവിടെ? ഉമ്മ എൻ്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞ പൊന്നു മോനെ, എനിക്ക് നടക്കാൻ പറ്റൂലടാ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് വേണ്ടി നീ അവിടെ കല്ലെറിഞ്ഞോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഏൽപ്പിക്കുന്നുവെങ്കിൽ അവൻ്റെ കല്ലെറിയൽ, സ്വന്തം കല്ലെറിയൽ പൂർണ്ണമായതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മറ്റൊരാൾക്ക് വേണ്ടി എറിയാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഏൽപ്പിക്കേണ്ടത്? അയാൾ ഉമ്മയാണെങ്കിൽ ഉമ്മ 7 കല്ലെടുത്ത് അല്ലെങ്കിൽ 21 കല്ലെടുത്ത്, മോനെ എനിക്ക് വേണ്ടി പകരമായി 1-ാമത്തെ ജംറയിലും 2-ാമത്തെ ജംറയിലും 3-ാമത്തെ ജംറയിലും കല്ലെറിയാൻ ഞാൻ നിന്നെ വക്കാലത്തേൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഉമ്മ, ഞാനത് ഏറ്റിരിക്കുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ്റെ 1-ാമത്തെ ജംറയിൽ എറിയുക, പിന്നെ അവൻ 2-ാമത്തെ ജംറയിൽ എറിയുക, പിന്നെ അവൻ 3-ാമത്തെ ജംറയിൽ എറിയുക. എറിക്കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് കറങ്ങി വന്നിട്ട് വേണം ഉമ്മാക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി എറിയാൻ.
അല്ലാതെ ഒന്നാമത്തെ ജംറ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഉമ്മാക്ക് വേണ്ടി അവിടെ ഇറങ്ങിയേക്കാം, അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ വളരെ ചെറിയ ചില പണ്ഡിതന്മാരെ പറയുന്നുണ്ട് എങ്കിൽ പോലും ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള മസ്അല, രീതി, രൂപം, സ്വഭാവം എന്താണ്, അവൻ്റെ 3 ജംറകളിലുള്ള ഏറ് കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റേ ആൾക്ക് വേണ്ടി, മറ്റൊരു പകരത്തിന് വേണ്ടി നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ കല്ലേറ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ദിവസത്തെ കല്ലേറുണ്ട്. രണ്ടാമത്തെ ദിവസം ഏതാ? ദുൽഹജ്ജ് 11, 12 അപ്പം അന്ന് ഈ കല്ലേറും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവൻ തമ്പിൽ വന്ന് താമസിക്കണം. രാത്രി താമസിച്ചേ പറ്റൂ അവിടെ എന്ന്. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി വന്ന് താമസിച്ചല്ലോ അല്ലേ? പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11 അന്നല്ലേ? അന്ന് രാത്രിയും ഈ പറഞ്ഞ അമലൊക്കെ ചെയ്ത് കഴിഞ്ഞ്, അല്ലെങ്കിൽ ചെയ്തില്ല എന്നിരിക്കട്ടെ, പോയില്ല എന്നിരിക്കട്ടെ, പോകാത്തവരെന്ത് ചെയ്യും? അവിടെ തന്നെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. എവിടെ തന്നെ ഉണ്ടാവണം? മിനയിൽ തന്നെ ഉണ്ടാകണം. അപ്പോൾ എപ്പോഴവർ പിന്നെ അങ്ങോട്ട് പോകാത്തവൻ കല്ലെറിയാൻ പോകേണ്ടത് എപ്പോഴാണ്? ഉച്ച കഴിഞ്ഞിട്ട് പോകണം. ഉച്ച കഴിഞ്ഞ് അസുര കഴിഞ്ഞിട്ട് വെയിലേക്ക് ഒന്ന് മാറി സമാധാനത്തിൽ പോയാൽ മതി, മരു കഴിഞ്ഞിട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഉച്ച കഴിഞ്ഞത് മുതൽക്ക് സമയമാണ് എന്നർത്ഥം. അങ്ങനെ എന്ത് ചെയ്തു, അവൻ 2 അന്ന് അല്ലേ, അതെ 11 അന്ന് കല്ലേറും കഴിഞ്ഞ് വന്ന് രാത്രി താമസിച്ചു. ഇനി 12 അന്ന്, അതാണല്ലോ ഇനി അല്ലേ, 12 ദുൽഹജ്ജ് 12 അന്ന്, അന്നും ഉച്ചയ്ക്ക് ശേഷം 7 കല്ലുകൾ വീതം 21 കല്ലുകൾ എടുക്കുക. 7 കല്ലുകൾ 21 കല്ലുകൾ എടുത്തിട്ട് എന്ത് ചെയ്തേക്കണം, ഇന്നലെ എറിഞ്ഞതുപോലെ എറിയാൻ വേണ്ടി അതേ സ്ഥലത്തേക്ക് പോവുക. ഏത്? ജംറയിലേക്ക് പോവുക. ജംറത്തുൽ ഊലയിൽ 7 എറിയുക, ജംറത്തുൽ ഉസ്തയിൽ 7 എറിയുക, ജംറത്തുൽ അഖബയിൽ 7 എറിയുക. ഈ എറിയുമ്പോഴെല്ലാം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, റജ്മൻ ലിശൈത്താൻ റിളൻ ലിർറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ദുആയും ചൊല്ലി. ഇനിയിപ്പോൾ ആ ദുആ ചൊല്ലിയില്ല എന്ന് വിചാരിച്ച് കുഴപ്പമുണ്ടായിട്ടല്ല, എങ്കിലും അതൊരു നല്ലതാണ്. ഇതും എന്ത് ചെയ്യുക, കല്ലെറിഞ്ഞ് എപ്പോഴാണ് കല്ലെറിഞ്ഞ്? നിങ്ങൾ എപ്പോഴാണ് പോയ പറഞ്ഞ സമയം എന്ന് പറഞ്ഞേ? അസർ കഴിഞ്ഞിട്ടാണ് പോയില്ലേ? ദൂരം കഴിഞ്ഞിട്ട് പോകാമല്ലോ. ദൂരം കഴിഞ്ഞിട്ടാണ് പോയത്, അസർ കഴിഞ്ഞിട്ടാണ് പോയത്. പോയി കഴിഞ്ഞിട്ട് നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഇങ്ങനൊരു മസല ഉണ്ടല്ലോ, 2 ദിവസത്തെ ഏറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാമെന്ന് മസല ഉണ്ടല്ലോ, മസല ഉണ്ട്. 2 ദിവസത്തെ ദുൽഹജ്ജ് 13 അന്നും നിൽക്കാതെ 12 അന്നത്തെ കല്ലേറും കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും നാട്ടിലേക്കോ വീട്ടിലേക്കോ മദീനയിലേക്കോ മറ്റോ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല, കുഴപ്പമില്ല, അവർക്ക് ചെയ്യാം, പ്രായശ്ചിത്തങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മഗ്‌രിബിന് മുമ്പ് എന്ത് ചെയ്തേക്കണം, യാത്ര ആരംഭിച്ചിരിക്കണം. എന്ന് ദുൽഹജ്ജ് 12 അന്നത്തെ രാത്രിയില്ലേ, വൈകുന്നേരം മഗ്‌രിബിന് മുമ്പ് എന്ത് ചെയ്തേക്കണം, യാത്ര ആരംഭിച്ചിരിക്കണം. യാത്ര ആരംഭിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മിനയുടെ ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന അർത്ഥമില്ല. പോകാൻ വേണ്ടി ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ്, വണ്ടി പോകാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി പോകാത്തതിന് ഞാൻ കുറ്റക്കാരനല്ല. പക്ഷേ നിങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കേണ്ട, എടാ ഇന്ന് നമുക്ക് പോകാമായിരുന്നല്ലോ, അന്ന് നമുക്കൂടെ പോയേക്കാം, പറ്റുമോ? പറ്റൂല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പോകുന്നുവെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ യാത്രയുടെ തയ്യാറെടുപ്പൊക്കെ എടുത്ത് എല്ലാം ഇന്ന് അന്നത്തെ ഏറും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം. ഖുർആൻ അത് പറയുന്നുണ്ട്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. ആരെങ്കിലും ഹജ്ജിന്റെ അമലുകളുടെ അവസാന ഘട്ടത്തിലുള്ള ജംറകൾ എറിയാൻ വേണ്ടി 2ാമത്തെ ദിവസം, അതെ ദുൽഹജ്ജ് 12 അന്നത്തെ ഏറുകൾ കഴിഞ്ഞാൽ ഫമൻ തഅജ്ജല ഫീ യൗമൈനി 2ാമത്തെ ദിവസത്തെ കല്ലേറും കഴിഞ്ഞവൻ വേഗത്തിൽ പോകണമെന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ ഫലാ ഇസ്മ അലൈഹി, അവനിക്കൊരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ല, അവന് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യോ, പൊക്കോ. നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്തോ, പൊക്കോ. ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ.
ഇനി അതല്ല അവിടെ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചവൻ നിൽക്കുന്നുവെങ്കിൽ അതിനും കുഴപ്പമില്ല. തഖ്വ പൂർണ്ണമായും ഞാൻ അമലുകൾ ചെയ്തിട്ടേ പോകൂ എന്ന് തീരുമാനിക്കുന്ന ഒരുത്തനാണെങ്കിൽ നിങ്ങൾ അന്നും കൂടി അവിടെ നിന്നോ. ഏത് ദുൽഹജ്ജ് 12-ൻ്റെ അന്ന് രാത്രിയും കൂടി അവിടെ നിന്നിട്ട് 13-ൻ്റെ അന്നത്തെ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യണം, കല്ലേറും കഴിഞ്ഞിട്ട് പൊക്കോ. ലിമനിത്തഖ വത്തഖുല്ലാഹ്. എന്നാലും നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചേക്കണം കേട്ടോ, പരമാവധി പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. പോകണ കുഴപ്പമില്ല, എങ്കിലും തഖ്വ സൂക്ഷിക്കണം നിങ്ങൾ. വത്തഖുല്ലാഹ് വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. അറിയണേ, തീർച്ചയായും നിങ്ങളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഇതിൻ്റെ എല്ലാം പ്രതിഫലം നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇപ്പം എന്ത് ചെയ്തു? ഹജ്ജിൻ്റെ അമലുകളിൽപ്പെട്ട ഇപ്പം നമ്മൾ 13-ൻ്റെ അന്നത്തെ കല്ലേറും മനസ്സിലായില്ലേ? 13-ൻ്റെ കല്ലേറ് എങ്ങനെയാണ് അറിയണത്? ഇന്നലെ അറിഞ്ഞതുപോലെ അറിഞ്ഞോളണം. വീണ്ടും 21 കല്ലുകൾ എടുത്തിട്ട് ജംറത്തുൽ ഊലയിലും 7, ജംറത്തുൽ വുസ്തയിലും 7, ജംറത്തുൽ അഖബയിലും 7, 21. അപ്പോൾ എത്ര കല്ലായി മൊത്തം? 70 കല്ലായില്ലേ? 70 കല്ലുകൾ എറിയലോട് കൂടെ എന്ത് ചെയ്തു? അത് പൂർത്തിയായി. അതെന്ത് ചെയ്തു? പൂർത്തിയായി. അവൻ്റെ ഹജ്ജ്, അവൻ്റെ അമലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതോടുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തിയായിട്ടുണ്ട്. ഹജ്ജിൻ്റെ എല്ലാ അമലുകളും തീർന്ന്. ഹജ്ജിൻ്റെ അമലുകൾ ദുൽഹജ്ജ് 13-ൻ്റെ അന്നോട് കൂടെ എന്ത് ചെയ്തു? എല്ലാ അമലുകളും തീർന്നു. ഇനി അവനിക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളൊക്കെ ഹലാലായി. ഏതുപോലെ? ഏത് കാര്യങ്ങൾ? ബാക്കി എല്ലാ കാര്യം ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അത് നമ്മുടെ ഹജ്ജിൻ്റെതായ സഅയും തവാഫും സഅയും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓക്കെയായി. പിന്നെ അവസാനമുള്ള അമലാണ് എന്ത്? വാജിബിൽപ്പെട്ടതാണ് കല്ലെറിയുക. കല്ലേറ് കൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, വാജിബിൽപ്പെട്ട. അത് ഏതാണെന്ന് പറയാമോ? ഓക്കെ, ഓർമ്മയുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു? നമ്മൾ ചെയ്യേണ്ട വാജിബാത്തിൽപ്പെട്ട എല്ലാം കഴിഞ്ഞില്ലേ? വാജിബാത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അവശേഷിക്കുന്ന എന്തേ ഉള്ളൂ? വദാഹിൻ്റെ തവാഫ്. അതിപ്പോൾ ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ പോകുന്ന സമയത്ത് ചെയ്താൽ മതി. എപ്പോൾ ചെയ്താൽ മതി? വീട്ടിൽ പോകുന്ന സമയമുണ്ടല്ലോ. ഇല്ലെങ്കിൽ മദീനയിലേക്ക് പോകാത്തവരുണ്ടെങ്കിൽ മദീനയിലേക്ക് പോകുമ്പോൾ, ചുരുക്കത്തിൽ മക്കയുടെ ബൗണ്ടറി വിട്ട് 131 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? വദാഹിൻ്റെ തവാഫ് ചെയ്തിട്ടേ പോകാവൂ. 131 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു വിഷയം, ഹജ്ജൊക്കെ കഴിഞ്ഞല്ലോ, എൻ്റെ മോള്, എൻ്റെ മകൻ എവിടെയുണ്ട്? ജിദ്ദയിലുണ്ട്. എനിക്ക് അവിടെ ഒന്ന് പോകണം. പോകുന്നവരുണ്ട്, പലരും അങ്ങനെ പോകുന്നവരുണ്ട്. പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ജിദ്ദയിലേക്ക് പോകുന്ന സമയത്ത് അവനിക്ക് മറ്റേ വദാഇൻ്റെ തവാഫ് വേണോ? നിങ്ങൾ പറയേ. വേണ്ട. അതെ, എങ്കിൽ സുന്നത്താണ്. കാരണം 131 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോഴേ വാജിബാവുള്ളൂ. 131 കിലോമീറ്റർ ഇല്ലാണ്ട് 10, 25, 30 കിലോമീറ്ററിന് താഴെയുള്ളൂ ജിദ്ദയിലേക്കുള്ള. എന്തുവാട്ടോ 131 കിലോമീറ്റർ ഇല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോകുന്നതിന് എന്തില്ല? വദാഇൻ്റെ തവാഫ് ചെയ്യണമെന്നില്ല. അതിനപ്പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്തേക്കണം? വദാഇൻ്റെ തവാഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ അവൾ പോകും. അപ്പോൾ തിരിച്ചു ഞാൻ വരും ഉസ്താദെ, ഇങ്ങോട്ട് തിരിച്ചു വരും. വന്നോ, എന്നാൽ നീ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വദാഇൻ്റെ തവാഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. വദാഇൻ്റെ തവാഫ് എന്താണെന്ന് പിന്നീട് എങ്ങനെയാണ് എന്ന് പിന്നീട് വിശദീകരിക്കാം ഇൻഷാ അല്ലാ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് മിനയിൽ താമസിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ മസ്ജിദുൽ ഹൈഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്നൊരു പക്ഷെ നിങ്ങൾക്ക് പോകാൻ സമയം കിട്ടണമെന്നില്ല. കാരണം ചുരുങ്ങിയ സമയമുള്ളൂ, പുതിയതായിട്ട് വന്നോടെ കയറിയതേ ഉള്ളൂ. അപ്പോൾ അത് സന്ദർഭം അനുകൂലമാകണമെന്നില്ല. അതിനെന്ത് ചെയ്യണം? ബാക്കി 2 ദിവസം മിനയിൽ നിങ്ങൾ താമസിക്കുമല്ലോ. ആ സമയത്ത് എന്ത് ചെയ്തേക്കണം? നിങ്ങളുടെ ഗ്യാങ്ങിനെയും കൂട്ടാളികളെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? മസ്ജിദുൽ ഹൈഫിൽ പോയി അവിടെ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കുക, അവിടെ പോയി കുറച്ച് നേരം എഴുത്തിക്കാപ്പിരിക്കുക, പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവിടെ തന്നെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ കൊണ്ടുപോയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറക്കാൻ കൊണ്ടുപോയ ഒരു സ്ഥലവും ഒരു ആർച്ചൊക്കെ അവിടെ കാണാം മലയുടെ മുകൾ ഭാഗത്ത്. പിന്നെ അതിൻ്റെ മസ്ജിദുൽ ഹൈഫിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു മലയുടെ ദ്വാരം പോലെ ഒരു സ്ഥലമുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറയുന്ന സൂറത്തുൽ മുസമ്മിൽ ഇറങ്ങിയത് അവിടെ വച്ചായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. ചുരുക്കത്തിൽ അവിടെയെല്ലാം കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്നുണ്ട്.
ആ ചരിത്ര ഭൂമികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക എന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായ വർധനവിന് അതൊരു കാരണം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങൾ പ്രത്യേകം ഉണർത്തുന്നു. അടുത്തത്, ഇപ്പം ഹജ്ജും കഴിഞ്ഞില്ലേ, ഉംറയും കഴിഞ്ഞു, ഹജ്ജും കഴിഞ്ഞില്ലേ, കഴിഞ്ഞ മനസ്സിലായ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായില്ല, സമാധാനമായപ്പോൾ നിങ്ങൾക്ക്? അൽഹംദുലില്ലാ, അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇനി നമുക്ക് ഈ ഹജ്ജിൻ്റെ വേളകളിൽ ഇജാബത്ത് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 15 സ്ഥലങ്ങളുണ്ട്. എവിടെ? മക്കയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ 15 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന് തവാഫിൻ്റെ വേളയിൽ, ഒന്ന് എവിടെയാണ്? തവാഫിൻ്റെ വേളയിൽ. രണ്ടാമത്തത് മുൽത്തസമിൻ്റെ അടുക്കൽ. എവിടെയാണ് മുൽത്തസം? ഞാൻ പറഞ്ഞില്ലേ, കഅബയുടെ ഡോറിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള കുറച്ച് സ്ഥലം അല്ലേ, അവിടെയും. ഇപ്പം 2 സ്ഥലമായി. മൂന്നാമത്തത് മീസാബ്, സ്വർണപ്പാത്തി അറിയാമല്ലോ, അവിടെ. നാലാമത്തേത് സംസം കിണറിൻ്റെ അടുക്കൽ. സംസമിൻ്റെ അടുക്കൽ. കിണറൊന്നും ഇപ്പോൾ കാണാൻ പറ്റൂല. മുമ്പ് പോയവർക്കൊക്കെ 1999 പോയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെന്ത് ചെയ്ത് 99 കൂടെ എന്ത് ചെയ്തു, അത് അടച്ച് കളഞ്ഞ് അവിടെ വാർത്ത് കഴിഞ്ഞു. പിന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ പോകും. അത് നമ്മളെ ആരെയും എന്തില്ല, അനുവദിക്കില്ല. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് സംസം കിണറിൻ്റെ അടുത്ത് പോയി നിന്ന് ദുആ ചെയ്യാനും മറ്റു കാര്യത്തിനും ഒന്നിനും കഴിവില്ലാത്ത എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ആ സംസം കിണറിൻ്റെ അടുക്കൽ നിന്നുള്ള ദുആ, അതിനും എന്തുണ്ട്, ഇജാബത്തുണ്ട്. അടുത്തത് 5-മത്തെ സഫ, സഫയുടെ മുകളിൽ നമുക്കറിയാമല്ലോ സഫ. അടുത്തത് മറുവ, അവിടെയും എന്ത് ചെയ്യുക, ദുആക്ക് ഇജാബത്തുണ്ട്. പിന്നെ സഈ ചെയ്യുന്ന ഘട്ടമുണ്ടല്ലോ, മസഹാന്നർത്ഥം, അവിടെയും എന്ത് ചെയ്യുക, ഇജാബത്തുണ്ട് ദുആക്ക്. പിന്നെ മഖാം ഇബ്രാഹിം മനസ്സിലായാലും ബെൽജിയം ക്ലാസ്സിൽ എന്ത് ചെയ്ത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദത്തിൻ്റെ അടയാളമുള്ള അത് കല്ല് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്ലാസ് ഇട്ട ആ കൂട്ടിനകത്ത് സംവിധാനം ചെയ്തിട്ട് നമുക്കൊക്കെ നോക്കിയാൽ കാണാം, അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൻ്റെ അടയാളം നമുക്ക് കാണാം. അവിടെ എന്ത് ചെയ്യുക, അവിടെ നിന്നിട്ട് ദുആ ചെയ്യുക. അവിടെ പോയി തൊട്ടുമൊത്തലും കെട്ടിപ്പിടിക്കലൊന്നും സുന്നത്തൊന്നും ഇല്ല കേട്ടോ. ആളുകൾ അതൊക്കെ ചെയ്യാറുണ്ട്, അതൊന്നുമില്ല. അവിടെ ചെന്ന് നിൽക്കുക, അതിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതാണ്. പിന്നെ മറ്റൊന്ന് അറഫയിൽ വച്ചുള്ള ദുആ, 9-മത്തതാണ് അറഫയിൽ വച്ചുള്ള ദുആ, അതിനും ഇജാബത്തുണ്ട്. പിന്നെ മുസ്ദലിഫയിലുള്ള ദുആ, അതിനും ഇജാബത്തുണ്ട്. മിനയിലുള്ള ദുആ, അതിനും ഇജാബത്തുണ്ട്. ജംറത്തുൽ അക്കബയിലും ജംറത്തുൽ ഉസ്തയിലും ജംറത്തുൽ ഊലയിലും ഇവിടെയൊക്കെ ഇജാബത്തുണ്ട്. 15-മത്തേത് കഅബയുടെ ഉള്ളിൽ കടന്നുകൊണ്ടുള്ള ദുആഇനും ഇജാബത്തുണ്ട്. എവിടെ? കഅബയുടെ ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറഞ്ഞു തന്നില്ല അന്ന്. കഅബയുടെ ഉള്ളിൽ കടക്കുന്നുവെങ്കിൽ ആ ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കഅബയുടെ ഉള്ളായി അവിടെ നിന്നിട്ടുള്ള ദുആഇനും എന്തുണ്ട്? ഇജാബത്തുണ്ട് എന്നർത്ഥം. ഇപ്പം ഇജാബത്തുള്ള 15 ഇടങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അവിടെയെല്ലാം ദുആ ചെയ്യണം. ഇനി നമുക്ക് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ട വദാഇൻ്റെ തവാഫ്. ഇനി അവശേഷിക്കുന്നത് എന്നാണ്? വദാഇൻ്റെ തവാഫാണ്. അതെന്നാ ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നാണോ വീട്ടിലേക്ക് പോകുന്നത് അന്ന് ചെയ്താൽ മതി. എന്നാണോ മദീനയിലേക്ക് പോകുന്നത് അന്ന് ചെയ്താൽ മതി. ആ വദാഇൻ്റെ തവാഫ് എന്നുള്ളത് എന്താണ്? വാജിബാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ ഫിദിയ കൊടുക്കേണ്ടി വരും. ചില ആളുകളെ മക്കത്ത് ചെന്നതിന് ശേഷം നേരെ മദീനയിലേക്ക് പോകും. എന്നിട്ട് തിരിച്ചവരെന്ത് ചെയ്യാറുണ്ട്? മക്കയിലേക്ക് തന്നെ വരാറുണ്ട്. അപ്പോൾ പറയും, ഞങ്ങൾ തിരിച്ച് തന്നെ മക്കയിലേക്ക് വരുമല്ലോ, പിന്നെന്തിനാ വദാഇൻ്റെ തവാഫ് എന്ന് പറഞ്ഞിട്ട് ആ തവാഫ് ചെയ്യാത്ത പല മനുഷ്യന്മാരുണ്ട്. പക്ഷെ വദാഇൻ്റെ തവാഫ് ചെയ്യണോ? എന്തിനാ? അതുകൊണ്ടല്ല, നമ്മൾ 131 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കണേ. നീ വരുമോ വരാതിരിക്കുമോ അത് വേറെ കാര്യം. പക്ഷെ എന്ത് ചെയ്യണം? അവൻ്റെ ഈ മറ്റേ ഹറമിൽ നിന്നും മക്കയിൽ നിന്നും 131 കിലോമീറ്റർ അപ്പുറത്തേക്ക് നീ പോയാൽ എന്ത് ചെയ്യണം? ചെയ്തിട്ടേ പോകാവൂ. തിരിച്ചു വരുമെങ്കിൽ വരട്ടെ, വരുന്നില്ലെങ്കിൽ വരണ്ട, അത് മറ്റൊരു കാര്യം.
അപ്പം ആയതുകൊണ്ട് മദീനയിലേക്കാണെങ്കിലും നാട്ടിലേക്കാണെങ്കിലും പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വദാഇൻ്റെ തവാഫ് ചെയ്യണം. എങ്ങനെയാണത്? ഈ സമയത്ത് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ അശുദ്ധിയുടെ കാലഘട്ടമെങ്ങാനും ആയിപ്പോയാൽ നിങ്ങൾക്ക് വദാഇൻ്റെ തവാഫ് സുന്നത്തില്ല. അത് നിങ്ങൾ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ, അത് നിങ്ങൾ സുന്നത്തില്ല എന്നല്ല, വാജിബില്ല. അത് നിങ്ങൾ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തില്ല? ഫിദിയയും ഇല്ല. പുരുഷന്മാരാണ് എന്ത് ചെയ്യുക? പുരുഷന്മാരും ശുദ്ധിയുള്ള സഹോദരിമാരുമാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓടിപ്പോയി തവാഫ് ചെയ്യലാണോ? അല്ല. പിന്നെന്ത് ചെയ്യണം? അവൻ യാത്രക്കുള്ള സാധന സാമഗ്രികളെല്ലാം അവൻ എടുത്തു വച്ചു. ലഗേജുകളൊക്കെ കെട്ടി റെഡിയാക്കി റൂമിൽ വച്ചു. അവൻ എന്ത് ചെയ്തു? ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടീഷനായി. വണ്ടി വരുന്നത് വൈകുന്നേരമാണ്, അല്ലെങ്കിൽ ഉച്ചക്കാണ്. ആ വണ്ടി വരുന്നതിന് 1, 2, 3, 4 മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ എന്ത് ചെയ്യണം? ഒതുവൊക്കെ എടുത്ത് റെഡിയായി. ഒന്നുകിൽ ഹറമിൻ്റെ മുറ്റത്ത് നിന്ന് ഒതു എടുത്തോ, എവിടെന്നെങ്കിലും ആവട്ടെ. ഒതുവൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് അവൻ്റെ സാധാ വേഷത്തിൽ എന്ത് ചെയ്തു? നേരെ വന്ന് ഹറമിലേക്ക് കടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവൻ കരുതുക, നവൈതു തവാഫൽ വദാഇ സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അള്ളാഹുവിന് വേണ്ടി വദാഇൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നു. എന്താ പറയേണ്ടത്? അള്ളാഹുവിന് വേണ്ടി വദാഇൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ തവാഫ് ചെയ്യുക. എങ്ങനെ? ഇന്നലെ ചെയ്തതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണോ തവാഫ് ചെയ്തത്, നിയ്യത്തിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. എന്ത്? തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് സങ്കടത്തോടെ, വിഷമത്തോടെ, ദുഃഖത്തോടെ, അല്ലാഹുവേ ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു ഘട്ടമാണല്ലോ, അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറ അഹ്ദീ ഫീ ഹറമിക, അല്ലാഹുവേ നിന്റെ ഹറമിൻ്റെ ഉള്ളിലെ അവസാനത്തെ യാത്ര പറയൽ നീ എന്നെ ആക്കല്ലേ അല്ലാഹ്. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. തവാഫും കഴിഞ്ഞ് മറ്റേ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് നിർവഹിക്കണം. അതിനുശേഷം സംസം കുടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതോടൊപ്പം തന്നെ എന്ത് ചെയ്ത് കരഞ്ഞുകൊണ്ടുള്ള ആത്മാർത്ഥമായ ദുആ. എന്ത്? അല്ലാഹുവേ ഇതെൻ്റെ അവസാനത്തെ തവാഫ് നീ ആക്കരുത്, അവസാനത്തെ വരവ് നീ ആക്കരുത്. ഇനിയും ആവർത്തിച്ച് വരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ എന്ന നിലയിൽ ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയിട്ടാണ് എന്ത് ചെയ്യണം? അവൻ പോരണം. ബാക്കടിച്ച് വരലല്ല, ഇങ്ങനെ പോകണമെന്നല്ല പറഞ്ഞത്. സാധാരണ പോലെ പോവാൻ കഅബയിലേക്ക് നോക്കുക, പിന്നെ പോവുക, പിന്നെ നോക്കുക. അവനിക്ക് ഇവിടുന്ന് വിട്ടുപിരിഞ്ഞ് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ നിലയിലുള്ള മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുകളോടുകൂടെ ആകണം എന്ത് ചെയ്യേണ്ടത്? ഹറമിൽ നിന്നും അവൻ പോകേണ്ടത്. ഇതെൻ്റെ അവസാനത്തെ യാത്രയാക്കരുത്. ഇനിയും എനിക്ക് ആവർത്തിച്ച് ദുആ ചെയ്യണമെന്ന ആ നെയ്യത്തോടുകൂടെ തിരിച്ചു വന്ന് റൂമിൽ കടന്നിരുന്ന് ബസ് വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സാധനം ലഗേജൊക്കെ എടുത്ത് നേരെ വണ്ടി കയറി യാ അല്ലാ പോവുക. അതിനിടയ്ക്ക് ബാക്കി സാധനങ്ങൾ മേടിക്കാനും മറ്റു കാര്യത്തിനും വേണ്ടി നിൽക്കാൻ പാടില്ല. വീണ്ടും പിന്നെ ഹറമിലേക്ക് പോകാനും പാടില്ല. ഇങ്ങനെ വണ്ടി വരാൻ കുറെ താമസിച്ച്, ഉദാഹരണം വണ്ടി വരാൻ കുറെ താമസിച്ചു, ഞാൻ വദാഇൻ്റെ തവാഫൊക്കെ ചെയ്ത് റൂമിൽ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ വണ്ടി വരാൻ വേണ്ടി കുറച്ച് താമസിച്ചു. അപ്പം അവൻ എന്ത് ചെയ്തു? ളുഹറിൻ്റെ ബാങ്ക് വിളിക്കണം, അവിടെ അസറിൻ്റെ ബാങ്ക് വിളിക്കുന്നു. എന്തിനാ ഞാനൊരു ജമാഅത്ത് കളയുന്നത്? ഞാൻ പോയി. എന്നാലോ വീണ്ടും തവാഫ് ചെയ്തിട്ടേ വരാവുള്ളൂ. കാരണം നീ യാത്ര പറഞ്ഞത് വീണ്ടും ചെന്നു. അപ്പോൾ ഇനി ഒന്നൊരു തവാഫ് ചെയ്തോ. അപ്പം പിന്നെ എന്ത് ചെയ്യണം? നീ നിൻ്റെ റൂമിൽ തന്നെ നിസ്കരിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് താഴെ വേറെ പള്ളികളുണ്ടാകും, അവിടെ പോയി നിസ്കരിച്ചോ. ഹറമിലേക്ക് നീ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും തവാഫ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. അപ്പം ഇതെന്ത്? പിന്നെ നിനക്ക് വേറൊരു ജോലിയുമായി ബന്ധപ്പെടാൻ പാടില്ല, വണ്ടി വരിക, പോവുക. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചോണ്ട് പോണ വഴിക്കാണ് പടച്ചോനെ അല്ലാ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, ഒരു പർദ്ദ ഇക്കാക്ക വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാനാണെങ്കിൽ മറന്നുപോയി, നാളെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. വദാഇൻ്റെ തവാഫും കഴിഞ്ഞ് റൂമിലേക്ക് പോണ വഴിക്കാണ് ഓർത്തത് അവിടെ പർദ്ദകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. അന്നൊക്കെ കയറി ഒരു പർദ്ദ വാങ്ങിക്കാതെ എങ്ങാനും തിരിച്ച് വീട്ടിലേക്ക് വന്നുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അത് പാവം പേടിച്ചിട്ട് എന്ത് ചെയ്ത് പർദ്ദയൊക്കെ മേടിച്ചു കുഴപ്പമൊന്നുമില്ല, വീണ്ടും ഒന്നൊരു തവാഫിനോ ഒന്നുള്ളൂ, വേറെ കുഴപ്പമില്ല.
പർദ്ദയൊക്കെ മേടിച്ചോ, ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി, വഴുക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി മേടിച്ചോ. പക്ഷെ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അതെന്തിനാ? അവൻ്റെ അവസാനത്തെ ജോലിയാകണം ഏത്? തവാഫ്. നിന്റെ ജോലി എന്തായി മാറി? നിന്റെ ഭാര്യയ്ക്ക് പർദ്ദ മേടിക്കലായി മാറി, അനുബന്ധമായി. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനോ? അത് കുഴപ്പമില്ല, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭക്ഷണ സാധനങ്ങളും അനുബന്ധമായ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകാം. മറ്റു ഇതര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല എന്നതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ പോകുന്നവർ, ഈ ഹജ്ജിന് പോകുന്ന ഉമ്മമാരുണ്ട്, അതുപോലെ സഹോദരന്മാരുണ്ട്. നിങ്ങളുടെ സ്വന്തം ഹജ്ജ് ചെയ്ത ആളുകൾ പകരത്തിന് പോകുന്ന ആളുകളുണ്ട് ഇതിനകത്ത്, അല്ലേ? ഉണ്ടെന്നു വെച്ചോ. ഉണ്ടെങ്കിൽ ഈ പകരത്തിന് പോകുന്ന ആളുകൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അത് നവൈത്തുൽ ഹജ്ജ. ഉദാഹരണം, ഹജ്ജാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് വച്ചോ, എൻ്റെ വാപ്പാക്ക് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി ഹജ്ജിന് പകരത്തിന് പോകാൻ ഞാൻ, എങ്കിൽ എൻ്റെ ആദ്യത്തെ ഫർള് വീടിന് ശേഷമാണ് പോകാവുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഹജ്ജിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാൾക്ക് വേണ്ടി പോകാൻ പാടില്ല. എൻ്റെ ഫർള് വീടിയതിന് ശേഷമേ പോകാവൂ. അപ്പോൾ മറ്റൊരു ഹജ്ജിന് പോകുമ്പോൾ ഉമ്മക്ക് വേണ്ടി അല്ലെങ്കിൽ വാപ്പക്ക് വേണ്ടിയാണെങ്കിൽ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? സഹോദരിമാരെ മനസ്സിലാക്കുക. നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി അൻ ഉമ്മി ലില്ലാഹി തആല. അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ കരുതി എൻ്റെ ഉമ്മക്ക് പകരമായി, എൻ്റെ ഉമ്മാക്ക് പകരമായി, എൻ്റെ വാപ്പാക്ക് പകരമായി, എൻ്റെ ഭർത്താവിന് പകരമായി, എൻ്റെ സഹോദരന് പകരമായി, എൻ്റെ അമ്മായിയമ്മക്ക് പകരമായി, ആരെയാണോ നിങ്ങളെ ഏൽപ്പിച്ചത്, ഇന്ന ആൾക്ക് പകരമായി പടച്ചവനെ ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കരുതി, ഞാൻ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ അൻ ഉമ്മി ലബ്ബൈക്, അല്ലെങ്കിൽ അൻ അബീ ലബ്ബൈക്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ലബ്ബൈക പറയുന്നു, എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ലബ്ബൈക പറയുന്നു എന്ന നിലയിൽ അവൻ എന്ത് ചെയ്യുക? പകരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെ നിയ്യത്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇനി പകരം ഉംറയാണ് ചെയ്യുന്നതെങ്കിലോ, നവൈത്തുൽ ഉംറത വ അഹറംതു ബിഹാ അൻ അബി അൻ ഉമ്മി അൻ അഖി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മലയാളത്തിൽ പറഞ്ഞ മതിയിട്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉമ്മാക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ കരുതി, ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു, ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ അൻ ഉമ്മി ലബ്ബൈക് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? തൽബിയത്ത് ചൊല്ലി അതിലേക്ക് കടക്കുക. ഇതാണ് പകരത്തിന് വേണ്ടി ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി അമലുകളെല്ലാം സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ അവനെന്ത് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാളെ പറയാനുള്ളത് യാത്രാ സംബന്ധമായ ചില കാര്യങ്ങളും യാത്രയിൽ തയ്യാറെടുപ്പിനാവശ്യമായ എന്തെല്ലാം സാധന സാമഗ്രികൾ വേണമെന്നും യാത്രയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും മദീനയുടെയുമായി ബന്ധപ്പെട്ടതിൻ്റെ ആമുഖവും മറ്റന്നാൾ മദീന പൂർണ്ണമായ രീതിയിലും അവസാനം ഒരു ദുആയും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.